ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ മുരുടേശ്വര മൂകാംബിക ഉടുപ്പി യാത്രാ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മുരുടേശ്വർ കണ്ടു. പാർട്ട് 2 രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ മൂകാംബികയുടെ വിശേഷങ്ങൾ കണ്ടു. 3 ഇന്ന് ഞാൻ കുടയാത്രി യാത്രയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കുടയാത്രി പോകാൻ വേണ്ടി ഞാൻ രാവിലെ 6:30 തന്നെ ജീപ്പ് പോയിന്റിൽ. അവിടെ അപ്പോൾ തന്നെ 7 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ കൂട്ടി 8 പേരായി. ഇനി അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരാളെയും കൂടെ 9 പേര്. ഒരാൾക്ക് 470 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും 9ാമത്തെ ആൾ വരാത്തതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഒരാൾക്ക് 530 രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന് ജീപ്പ് ഡ്രൈവർ പറഞ്ഞു. ഞങ്ങളെല്ലാതെ എഗ്രി ചെയ്തു. കാരണം രാവിലത്തെ യാത്ര, കുടയാത്രയിലുള്ള യാത്ര നല്ല ഭംഗിയുള്ളതും അവിടുത്തെ കാഴ്ചകൾ നല്ല ഭംഗിയുള്ളതുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു. പിന്നെ ചൂടും കുറവാണ് രാവിലെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ 8 പേരും എഗ്രി ചെയ്ത് യാത്ര തുടങ്ങി. 6:45 7 മണി രാവിലെ അടുപ്പിച്ചാണ് ഞങ്ങൾ ജീപ്പിൽ നിന്ന് യാത്ര മൂകാംബിക ജീപ്പ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. മൂകാംബിക ജീപ്പ് പോയിന്റിൽ നിന്ന് കുടജാദ്രി ജീപ്പ് ടോപ്പ് പോയിന്റ് വരെ 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഇതൊരു ഓഫ് റോഡ് യാത്രയാണ്, അതുകൊണ്ട് അഡ്വഞ്ചർസ് നിറഞ്ഞതാണ്. ജീപ്പിന് നമ്മൾ അങ്ങോട്ടും തെറിച്ച് ഇങ്ങോട്ടും തെറിച്ച് റോഡ് ഒരു അഡ്വഞ്ചറസ് രീതിയിലുള്ള റോഡുമാണ്. ജീപ്പിന്റെ യാത്രയും അഡ്വഞ്ചർ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവരിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, പിന്നെ ബാക്കി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരും ഈ യാത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഓൾമോസ്റ്റ് 8:30 ആയപ്പോൾ ഞങ്ങൾ ജീപ്പിന്റെ എൻഡ് പോയിന്റ്. അവിടെയാണ് നമ്മുടെ ഡ്രോപ്പ് ഓഫ് പോയിന്റ്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 1-2 കിലോമീറ്റർ ഉണ്ട് സർവജ്ഞ പീഠത്തിലേക്കുള്ള. അത് നമ്മൾ നടന്നു കയറി നോക്കി. ഞങ്ങളടുത്ത് ജീപ്പ് ഡ്രൈവർ തിരിച്ച് 10:30 എത്തണമെന്ന് പറഞ്ഞു. തിരിച്ച് സർവജ്ഞ പീഠത്തിൽ പോയി തിരിച്ച് 10:30 തിരിച്ച് വരണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവർ എക്സ്ട്രാ ചാർജ് ഈടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ കൂടെ ഉള്ളവരും കുടയാത്രി പീക്ക് പോയിന്റ് കാണാൻ, അല്ലെങ്കിൽ സർവജ്ഞ പീഠം കാണാനുള്ള യാത്ര തുടങ്ങി. ഈ കാണുന്നതെല്ലാം അവിടുത്തെ വ്യൂസ് ആണ്. പോകുന്ന വഴിയിൽ കാണുന്ന വ്യൂസ് ആണ്. നല്ല ഭംഗിയുള്ളതായിരുന്നു. മൂടൽ മഞ്ഞ് നിറഞ്ഞതായിരുന്നു. ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. അങ്ങനെ കാഴ്ചകളും കണ്ടു, ഫോട്ടോ എടുത്തു.